പിന്നെ ഞങ്ങൾ തമ്മിൽ കല്യാണമൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടൊന്നുമില്ല. നോക്കിക്കോളാം ഉമ്മ, എനിക്ക് എന്തൊക്കെ വേണം അതൊന്നും നോക്കിക്കോ. അവിടെ എല്ലാ യൂസും കഴിഞ്ഞു, നീ കുറച്ച് യൂസ് ചെയ്ത് നടക്കും. ഞാനറിയാതെ ഈ കഞ്ചാവൊക്കെ വലിക്കാൻ തുടങ്ങി. എന്നെ ഇതൊക്കെ വലിച്ചിട്ടാണ് അവൻ ഇങ്ങനത്തുള്ള സംശയരോഗമൊക്കെ കാണിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ശരിക്കും കാണിച്ചു കൊടുക്കുക ഇവനുമായിട്ടുള്ള ഈ ബന്ധം. അവനുമായിട്ട് എനിക്ക് അങ്ങനുണ്ട് ഇങ്ങനുണ്ട്, അവന്റെ കൊച്ചാണ് എന്റെ വയറ്റില് എന്നൊക്കെ എല്ലാരെയും വിളിച്ച് പറഞ്ഞു കൊടുത്തു. അതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ കാര്യം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായിരിക്കുന്ന 2 വീഡിയോ ഉണ്ടായിരുന്നു. ഒന്ന് വിഷ്ണുവിൻ്റെയും 2 അമയുടെയും. ഈ അമയ വിഷ്ണു ആരാന്നറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ആൾക്കാരെ പിടികിട്ടും. കാര്യം കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ തന്നെ ഈ ട്രോളിനകത്തൊക്കെ ഭയങ്കരമായിട്ട് നിറഞ്ഞു നിന്നേക്കുന്ന 2 ആളുകൾ തന്നെയാണ്. നമുക്ക് കാണാം ആ ഒരു വീഡിയോ. ഗൈസ്, അപ്പൊ അവൻ എവിടെയാ പോയിട്ട് ബാഗിൽ ഒരു കളർ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതെന്താന്ന് അവന്റെ അടുത്ത് പോയി ചോദിക്കാം. എടാ എടാ എടാ, എന്തു ഈ കളർ വെള്ളം? അയ്യോ, അത് ജീര വെള്ളാണ്. എനിക്കിത് കുറച്ച് തരുവോ? അത് പറഞ്ഞ അത് പറഞ്ഞ പാവം കുട്ടി, അത് ബാറിലെ വെള്ളമാണെന്ന് പോലും മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇങ്ങനെയാണ് ഇവരുടെ ഒരു കണ്ടന്റ് ക്രിയേഷൻ കാര്യങ്ങളൊക്കെ. ഈ കുട്ടി ഇതുപോലെ ക്യാമറ ഓൺ ചെയ്തിട്ട് എടാ ടൈഗർ ബിസ്ക്കറ്റിൽ എന്താടോ ടൈഗർ ഇല്ലാത്തേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് നേരെ ഇവൻ വന്ന് ഈ കുട്ടിയുടെ നടുവിനിട്ട് ചവിട്ടുന്ന ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് ആണ് ഇവർ കൂടുതലും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കുറെ ട്രോൾസും കാര്യങ്ങളൊക്കെ മുമ്പ് നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഇവർ തമ്മിൽ പിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം വിഷ്ണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ തൊട്ടു പുറകെ തന്നെ അമയം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ വിഷ്ണുവിന്റെ ആ ഒരു വീഡിയോ കാണാം. ഇപ്പൊ ബ്രേക്കപ്പ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായി. അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് അതിന്റെ പ്രശ്നങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറൊന്നല്ല, ബ്രേക്കപ്പ് ആകാൻ കാരണം വേറൊന്നല്ല, അവളുടെ കുറച്ച് അനാവശ്യ ചാറ്റും കാര്യങ്ങളും അവളും വേറൊരു റിലേഷനും ഉണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, എന്റെ കൂട്ടുകാരൻ തന്നെയാണ്. ഞാൻ അവനെ കൂടെ കൊണ്ട് നടന്നവൻ തന്നെയാണ്. അവൻ തന്നെയാണ് എന്നെ ചതിച്ചതും, അവളും അവനും കൂടിയിട്ട്. ഇതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നത് കുറച്ച് വൈകിട്ടാണ് കേസ്. എന്റെ പിള്ളേർ കൊണ്ടാണ് എനിക്ക് അറിയുന്നത്. ഞാൻ ഇവളുടെ ഒരു ചാറ്റ് പൊക്കി ജസ്റ്റ് ഒന്ന് ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അങ്ങനെ വഴക്കിട്ടുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് 2 മണിക്ക് അങ്ങനെ ട്രെയിൻ കയറി ഒറ്റയ്ക്ക് അങ്ങനെ വന്നതാണ്. അപ്പൊ അതിന്റെ ബാക്കിൽ തന്നെ ഞാനും ഉണ്ടായിരുന്നു. ആ ട്രെയിനിന്റെ ബാക്കിൽ ഇവൾക്ക് എന്തെങ്കിലും ആകും സംഭവിക്കും എന്തോന്ന് നോക്കിയാൻ വേണ്ടി ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വീഡിയോന്റെ ഫുൾ ചാറ്റും കാര്യങ്ങളും അവളുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവളുടെ ഫോൺ ജസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ട് ഞാൻ ഈ മൊത്തം പ്രശ്നവും കാര്യം അവളുടെ ഫോൺ ജസ്റ്റ് ഒന്ന് ലോക്ക് തന്നുകൊണ്ട് ഞാൻ റീചാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലായി, എല്ലാം അറിഞ്ഞു. ഇവള് അനാവശ്യ വീഡിയോകളും കുറച്ച് കാര്യങ്ങളൊക്കെ അവനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും തെളിവായിട്ട് ഇതിന്റെ ബാക്കിൽ തന്നെ ഓരോരോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ പറ്റുന്നത് എല്ലാവരും ഷെയർ ചെയ്യണം. വേറൊന്നുമല്ല, എന്റെ കയ്യിൽ അത്ര ഫോളോവേഴ്സും കാര്യങ്ങളൊന്നുമില്ല. ആ അക്കൗണ്ടിലാണ് എല്ലാ അക്കൗണ്ട് 2 അക്കൗണ്ട് പാസ്വേഡ് എല്ലാ കാര്യങ്ങളും അവളുടെ അടുത്താണ്. ഈ ഫോളോവേഴ്സിന്റെ ഒക്കെ എന്നെ ഇവിടെ പറയുമ്പോഴത്തേക്കിന് ഇനിയിപ്പോ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് വല്ലതാണോ ഇതിവിടെ വന്ന് പറയുന്നത്? അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. എനിക്ക് ആദ്യം തന്നെ 2 കാര്യങ്ങളാണ് എനിക്ക് ബ്രോഡ് എടുത്ത് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ലൈഫിൽ നിന്ന് ഇതുപോലെ ഭയങ്കര കൂളായിട്ടുള്ള വ്യക്തികൾ കടന്നു പോകുന്നത് ചിലപ്പോൾ ഭയങ്കര ഹാൻസം ആയിട്ടുള്ള ആരെങ്കിലും ജീവിതത്തിലോട്ട് കടന്നു വരാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇഫ് യു നോ യു നോ. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഇങ്ങനെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ അങ്ങ് ഇടുമ്പോഴത്തേക്കിന് ഇത്രയും മാസമായിട്ട് BGM കുത്തി കയറ്റി കഴിഞ്ഞാൽ പറയുന്ന കാര്യം എന്തോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ഓക്കെ, അതുകൊണ്ട് ആ BGMന്റെ സൗണ്ട് കേട്ട് ഇത്തിരി കുറച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. എന്താണെങ്കിലും ഈ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള ട്രോളർമാർക്ക് നമ്മളെപ്പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കണ്ടന്റ് തരാൻ വേണ്ടിയിട്ട് ഇവർ കാണിച്ചിരിക്കുന്ന ആ മഹാമനസ്കൃതം നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. കാര്യം ഇതൊക്കെ പബ്ലിക്കായിട്ടാണ് വന്ന് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ, തൻ്റെ ഏറ്റെടുത്തൊരു സുഹൃത്തുമായിട്ടാണ് ഇത്തരത്തിൽ ഈ അമയ ബന്ധത്തിൽ പോയിട്ടുള്ളത്. അതിന്റെ കുറെ ചാറ്റ്, പിന്നെ വേറെ എന്തൊക്കെ വീഡിയോ അയച്ചു കൊടുത്തതിന്റെ ഒക്കെ പൊക്കിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് പാർട്ട് 1 ആയിട്ട് ഇട്ടേക്കുന്ന വീഡിയോ ആണ്. ഇനി പാർട്ട് 2 പാർട്ട് 3 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഈ സകലമാന കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വിടുന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വിഷ്ണു ഇവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ തമ്മിൽ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിരുന്നു, അങ്ങനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തി നമ്മളെ ഇപ്പൊ ചതിച്ചെന്ന് പറഞ്ഞാലും ആ ഒരു വ്യക്തിനെ വീണ്ടും ദ്രോഹിക്കാനൊക്കെ ഉള്ള ഒരു മൈൻഡ് സെറ്റ് ഒക്കെ നമുക്ക് തോന്നുന്നു. അപ്പം ഇങ്ങനെ ഇപ്പൊ നമ്മളെ ഇപ്പൊ ആത്മാർത്ഥമായിട്ട് ഒരാളെ നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തി നമ്മളെ ചതിച്ചു എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ആ ഒരാളുടെ അടുത്ത് ദേഷ്യമോ സങ്കടമോ കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ പിന്നീട് അയാളുടെ അടുത്ത് ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെ അയാളുടെ അതെടുത്ത് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെ നമ്മൾ അതിനെ സമീപിക്കുമ്പോൾ, നമ്മൾ ആ ഒരു വ്യക്തി ഒപ്പം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ആ ഒരു പ്രണയത്തോട് എന്ത് ആത്മാർത്ഥതയാണ് കാണിച്ചത് എന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കും. എന്താണെങ്കിൽ ഇതിന് ശേഷം അമയ തൻ്റെ ID-യിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കൂട്ടുകാരനുമായിട്ട് ഒത്തുള്ളൊരു ഫോട്ടോയാണ്. അപ്പോൾ അമയ ഇതിനകത്തൊരു കമന്റ് പിൻ ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്നും ഇപ്പോൾ അറിയാത്ത കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഫുള്ളായിട്ട് ഒരു ബ്ലോഗായിട്ട് ഒരു വീഡിയോ ഇടുമ്പോൾ എല്ലാ തെളിവുകളും എല്ലാം കാണിക്കാം. നിങ്ങൾ അറിഞ്ഞാൽ പിന്നെ അങ്ങനെ പറയില്ല, പിന്നെ നിങ്ങൾ തന്നെ പറയോ
ആ വിഷ്ണുവിനെ വേണ്ടായിരുന്നു, അവൻ എന്നോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ തന്നെ അവനെ കളഞ്ഞിട്ട് പോകാൻ പറയും എന്നായിരുന്നു അമയ ആ ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എന്നും പറഞ്ഞ് അവന്റെ കൂട്ടുകാരനെ തന്നെ പ്രേമിക്കണമായിരുന്നു, നിങ്ങൾക്കൊക്കെ ഇത്ര പെട്ടെന്ന് ഇതിനൊക്കെ സാധിക്കുന്നേ, ഇനിയുള്ള ലൈഫെങ്കിലും നല്ലോണം മുന്നോട്ട് കൊണ്ടുപോകും, വേറൊരാൾ വരുമ്പോൾ അവരുടെ കൂടെ പോകാതെ എന്നൊക്കെ പറഞ്ഞുള്ള കമന്റ്സ് ഒക്കെ കുറെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. എന്നാണെങ്കിൽ ഇതിന് ശേഷം അമയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താണ് ഇതിനകത്തിലെ റിയാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അമയ്ക്ക് പറയാനുള്ള കാര്യം കൂടെ നമുക്ക് കേൾക്കാം. ഹായ് ഗൈസ്, അപ്പൊ എല്ലാവരും കുറെ പേര് കാര്യം അറിയാതെ എന്നെ കൊണ്ട് ഒരു ബ്ലോഗ് ഇടുന്നു പറയുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ആ കാര്യങ്ങൾ മൊത്തം നിങ്ങളെ കൊണ്ട് പറയുവാണ്. ഈ പ്രശ്നമെന്ന് വെച്ചാൽ ഞാനും വിഷ്ണുവായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനൊരു ആടെ പേരിൽ. പക്ഷെ അന്ന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവനാണെങ്കിൽ എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്ന് ഞാനും അവനും അങ്ങനെ ഒരു കുറച്ച് ബന്ധമുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് എന്തോ ഒരു ചുമ്മാ ഇതാക്കിയതാണ്. പക്ഷെ എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്നു. ഇനി പറയാൻ പറ്റാത്ത ആരുമില്ല. എന്നിട്ട് അവസാനം നീ എനിക്ക് വേണ്ട, അവന്റെ കൂടെ തന്നെ പോയിക്കോ. പിന്നെ അവൻ പറഞ്ഞൊരു വോയിസ് ഉണ്ട്, ഇത് കേട്ടാ നിനക്ക് തന്നെ മനസ്സിലാവും. ഇത് നോക്കിക്കോളാം ഉമ്മ, എനിക്ക് എന്തൊക്കെ വേണം അതൊക്കെ നോക്കിക്കോ. അവിടെ എല്ലാ യൂസും കഴിഞ്ഞു, നീ കുറച്ച് യൂസ് ചെയ്ത് നടക്കും, അത്രേ ഉള്ളൂ. നീ ഈ വോയിസ് നിങ്ങൾ തന്നെ കേട്ടാ അവൻ ഇത്രയൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഞാൻ എങ്ങനെ അവന്റെ കൂടെ വെയിറ്റ്, എന്നെ ഇത്രയൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കിന് അങ്ങോട്ടേക്കൊന്നും പറഞ്ഞിട്ടില്ലേ? വോയിസ് ഒരു സൈഡ് മാത്രമുള്ള സാധനം മാത്രമല്ല നമ്മളിപ്പോൾ കേട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നല്ല വർത്താനം പറഞ്ഞ ഇതിന്റെ നമുക്ക് കേക്കായിക്കോട്ട് പോണം. പിന്നെ ഞങ്ങൾ തമ്മിൽ കല്യാണമൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് മാത്രമേ, നിയമപരമായിട്ട് ഞങ്ങൾ തമ്മിൽ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ എന്നെ ഫുള്ള് ബ്ലാക്ക് മെയിലാണ്. ബ്ലാക്ക് മെയിലിംഗ് ആണ്, ചിലപ്പോൾ അതിന്റെ കാര്യം പുറത്തുവിടുന്നുള്ള പറഞ്ഞതിന്റെ ആണെന്ന് തോന്നുന്നു. ഇവര് തമ്മിൽ നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല, അല്ലാതെ കല്യാണം കഴിച്ചു എന്നുള്ള സാധനം മുമ്പത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് അത് നമുക്ക് മുന്നോട്ട് കേൾക്കാം. നിങ്ങൾ തന്നെ പറ. പിന്നെ എനിക്ക് ഈ ടൈമിൽ കഞ്ചാവൊക്കെ ആദ്യം വലിക്കുമായിരുന്നു, അതെനിക്ക് അറിയാമായിരുന്നു. പിന്നെ ഇതൊക്കെ നിർത്തിയാലേ ഞാൻ വരത്തോളം എന്നാ ഞാൻ അവനെ കൊണ്ട് പറഞ്ഞത്. എന്നെ കൊണ്ട് എല്ലാം നിർത്തി എന്നാ പറഞ്ഞത്. പിന്നെ ഞാൻ അറിയാതെ ഈ കഞ്ചാവൊക്കെ വലിക്കാൻ തുടങ്ങി, എന്നെ കൊണ്ട് അറിയാതെ. അപ്പൊ തന്നെ പറയും എന്നെ അത്ര ഇഷ്ടമുണ്ട്, എന്നെ ഇതൊക്കെ വലിച്ചിട്ടാണ് അവൻ ഇങ്ങനത്തുള്ള സംശയരോഗമൊക്കെ കാണിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ശരിക്കും കാണിച്ചു കൊടുക്കുക ഇവനുമായിട്ടുള്ള ഈ ബന്ധം. ഇപ്പോഴാണ് ശരിക്കും ഇനിയാണ് കാണിച്ചു കൊടുക്കാൻ പോണത്. അതെ, അവൻ കുറെ നാളായിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത വർത്താനം ഞങ്ങളെ രണ്ടുപേരെയും പറ്റിയിട്ട് അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പിന്നെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ നേരെ അവനുമായിട്ട് മൈൻഡ് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട് ഞങ്ങൾ തമ്മിൽ റിലേഷൻ സെറ്റായി. അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത്രേ എനിക്കിപ്പോ പറയാനുള്ളൂ. കുറെ ഭർത്താവ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെ നടന്നു വരുന്നുണ്ട്. ഒരു ഭർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടിയല്ല ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒന്ന് നോക്ക് കൂടിയില്ലേ, എപ്പോ ചെക്കന്മാരെ കൂടി ഇരുന്നിട്ട് കഞ്ചാവ് വലിക്കണം, ആ ഒരു മൈൻഡ് മാത്രമേ. അതെന്നാ പരിപാടി ഇടാവുക നിങ്ങൾ കാണിച്ചത്? ബാറിലെ വെള്ളം ആണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കുട്ടിയാണ്. ആ കുട്ടീനെ നീ കഞ്ചാബോ പഞ്ചാബോ വലിച്ച് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി എന്നാ ചെയ്യാനാണ്? ഞാൻ നോക്കിയിട്ടില്ല. എനിക്കൊരു സാധനം വാങ്ങിത്തരണം എന്നൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെയാണ് ഈ പറയുന്ന അബി എന്ന് പറഞ്ഞ അവന്റെ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ അവനുമായിട്ട് എനിക്ക് അങ്ങനുണ്ട് ഇങ്ങനുണ്ട്, അവന്റെ കൊച്ചാണ് എന്റെ വയറ്റില് എന്നൊക്കെ എല്ലാരെയും വിളിച്ച് പറഞ്ഞു കൊടുത്തു. അതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ കരഞ്ഞിട്ട് എന്നെ കാണിക്കുക. എനിക്ക് കുറെ വീഡിയോ ചോദിച്ചുണ്ട്, കരഞ്ഞ് ഞാനിപ്പോ ചാവാൻ പോവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. പിന്നെ എന്നെ അവനിങ്ങളെ ഒരുമാതിരി മോശമായിട്ട് പോലെ അത്രയ്ക്ക് വൃത്തികേടായിട്ട് പറഞ്ഞു, നീ എടുത്തോ, എന്റെ യൂസൊക്കെ കഴിഞ്ഞ് നീ എടുത്തോ, ഇനി എനിക്ക് വേണ്ട, അങ്ങനെ അത്രയ്ക്കും ബാഡായിട്ടാണ് പറഞ്ഞത്. ഇനി നീ ഇങ്ങനെ കുറച്ച് നാൾ കൊണ്ട് ഉപയോഗിക്കുക, അങ്ങനെയാണോ ഒരു ഭർത്താവെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? ഇങ്ങനൊന്നും അല്ലല്ലോ. അവന്റെ കുറെ ഇപ്പൊ ഇങ്ങനെ കരഞ്ഞു വരുന്നത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവന്റെ എല്ലാ കാര്യങ്ങളും, അവന്റെ വീട്ടിലെ കാര്യങ്ങളും അവന്റെ കാര്യങ്ങളും ജോലിയില്ല എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ അവനെ നോക്കിയത്. പക്ഷെ എന്നിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് കിട്ടിയത്. അവന് ജോലിയില്ല എന്നറിഞ്ഞിട്ടും അവനെ അങ്ങനെയാണ് നോക്കിയതെന്നാ? പറ. പിന്നെ ഇനിയിപ്പോ പിന്നെ ഞാൻ ചെല്ലണമെന്ന് പറയുന്നുണ്ട്. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും പിന്നെയും ചെല്ലണം. പിന്നെ അന്ന് രാത്രി ഞങ്ങൾ ആ ടൈമിൽ പ്രശ്നം നടക്കുന്ന ടൈമിൽ ഞാൻ തിരുച്ചിയിലായിരുന്നു. അപ്പൊ അന്ന് രാത്രി ഇതുപോലെ ഒരു 1 മണി 2 മണിയായി. അതുപോലെ എന്നെ അടിക്കാനൊക്കെ വന്ന് എന്നെ ഇവിടേക്ക് അടിച്ചിട്ടുണ്ട്, കണ്ണിന്റെ ഇവിടേക്ക് ഇട്ട് അടിച്ചിട്ടുണ്ട്. എന്നെ അടിക്കാനൊക്കെ വന്നിട്ട് എന്നെ രാത്രി അവിടുന്ന് ആ പ്രശ്നത്തിൽ നിന്ന് കയറ്റി വിടുന്നത് തിരിച്ച് തമിഴ്നാട് പോലീസാണ് പാലക്കാട് കയറ്റി വിട്ടിട്ട് പാലക്കാട് നിന്ന് ഞാൻ ഇങ്ങോട്ട് എറണാകുളം വന്നത്. അത്രയും പ്രശ്നം അവിടുന്ന് ഞാൻ അത്രയ്ക്കും പേടിച്ചിട്ടാണ് വന്നത്. എനിക്ക് പുറകെ ചിലപ്പോൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് എന്നെ കാണാൻ വേണ്ടി 2 ദിവസം എറണാകുളത്ത് വന്ന് നിന്നിട്ട് എറണാകുളത്ത് നിന്ന് കുറെ ആൾക്കാരെ ഫോൺ മേടിച്ച് വിളിക്കാനൊക്കെ നോക്കിയതാണ്. ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഫുള്ള് എനിക്ക് മൊത്തത്തിൽ എന്നെ ഇതാക്കുമെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അവനെ എന്നെ കുറെ ഞാൻ കുറെ പേരോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് വേണ്ടി അവൻ അടുത്ത റിയാക്ഷൻ വീഡിയോ ഇടും. പക്ഷെ ഇട്ടോട്ടാ, ഞാനിപ്പോ രണ്ടും എത്തിച്ചിട്ട് ഇനി എന്തായാലും എന്റെ വാശിക്ക് ഇവനെ തന്നെ നോക്കത്തോളാം. ഇനി എന്നിട്ടാലും എനിക്കതൊരു പ്രശ്നമേ ആയിരിക്കും.
സത്യം പറ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ പറയും ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? ഇങ്ങനെ ഇത്രയും കഞ്ചാവൊക്കെ അടിച്ച് ഇങ്ങനെ ഇത്രയും ഉപദ്രവിക്കുന്ന ആളെ കൂടെ നിൽക്കേണ്ടത് ഇത് സ്നേഹമാണോ എന്ന് മനസ്സിലാവുന്നത്. കഞ്ചാവ് അടിച്ചിട്ട് ആ തോന്നുന്നൊരു റിയാക്ഷനാണ് അവനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തത്തിൽ. ഇനി നിങ്ങൾ തന്നെ പറയും, നിങ്ങളാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. അതെ, നിങ്ങളാണ് എല്ലാവരും തീരുമാനിക്കേണ്ടുന്നത്. ഈ നിങ്ങളോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ പ്രേമിച്ചത്? ഈ നിങ്ങളോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ കല്യാണം കഴിച്ചത്? ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചത്. പിന്നെ ഈ നിങ്ങളോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചത്? ഈ നിങ്ങളോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ പിരിഞ്ഞത്? പക്ഷേ ഈ നിങ്ങളാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഇതിൽ എന്താണെന്നുള്ളത്. പക്ഷേ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം, ഇതിനകത്ത് ഈ കുട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത്, ആ ചെക്കനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇനി അങ്ങോട്ടുള്ള കുറച്ച് സാധനങ്ങളോട് കാണിച്ചു തരാം, എങ്ങനെയാണ് ഇവരുടെ ലൈഫിനെ കാണുന്നത് നിങ്ങൾ കാണണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവര് എത്രത്തോളം കിടിലായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഇനി ഇവര് കുറച്ച് നാളെ ഇപ്പൊ കുട്ടി ഇവിടെ പറയുന്നുണ്ടല്ലോ, അവനെ ഈ കുട്ടി അത്രയും ജോലിയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അത്രയും നോക്കി എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ബ്രോ ആണെങ്കിലും പറയുന്നുണ്ട് ഞാൻ അത്രയും സ്നേഹിച്ചു എന്നിട്ട് ഇങ്ങനെ പോയി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ കിടിയിലായിട്ടാണ് നിൽക്കുന്നത്. പണ്ടത്തെ ഒരു വർഷം മുന്നേ ഉള്ളവരുടെ ഇന്റർവ്യൂ ഉണ്ട്, അതിനകത്ത് പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം. ഇവരെങ്ങനെയാണ് ഈ കല്യാണം കഴിച്ചത് എന്നുള്ള സാധനം, ഒളിച്ചോടിയത് എന്നുള്ള സാധനം പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. അമ്മ ഇവിടെ വെച്ച് ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് അമ്മ ഒരു പ്രശ്നമായി. അപ്പൊ അങ്ങനെ ഞങ്ങൾ നേരെ ഇവനാണെങ്കിൽ ദേഷ്യം വന്ന്, അപ്പൊ അമ്മ ആണെങ്കിൽ എന്തോ ചീത്തയൊക്കെ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാ ഒളിച്ചോടാൻ. പെട്ടെന്നോ? അതെ. എന്നിട്ട് നേരെ ഞങ്ങൾ ഇടുക്കി പോയി. അവിടെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ടായിരുന്നു. അവിടെ കുറച്ച് ദിവസം താമസിച്ച് പിന്നെ ഇവന്റെ ചേച്ചിയെ വിളിച്ച് ഇവന്റെ വീട്ടിലോട്ട് പോയി. അവിടെ നിന്ന് കല്യാണം കഴിച്ചു. അവിടുന്ന് അവര് നേരെ മറ്റേ അവരുടെ ഇതുണ്ടല്ലോ, എന്താ പറയാ നാളും കാര്യങ്ങളൊക്കെ നോക്കണം. അവരൊക്കെ നോക്കിയിട്ട് ദിവസം കല്യാണം വേണ്ടിട്ട് ഇവർ ഒളിച്ചോടിയതിന്റെ കാരണം മനസ്സിലായില്ല. ഇവരുടെ അമ്മ കണ്ടപ്പോ, ഈ കുട്ടിയുടെ അമ്മ കണ്ടപ്പോ എന്തോ ഒന്നും പറഞ്ഞു. അപ്പൊ അത് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പേരിൽ ഇവർ ഇറങ്ങി ഒളിച്ചങ്ങോടി. ജോലിയില്ല, വിദ്യാഭ്യാസം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, +2 പോലും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഇങ്ങനെയാണ് ഇവരുടെ സാഹചര്യം. അമ്മ എന്തോ പറഞ്ഞാണ് ഇവർക്ക് പ്രശ്നമായി ഇവർ ഒളിച്ചോടി പോയത്. നല്ല കിടിലം കാരണം. ഓക്കെ, ഫ്യൂച്ചർ പ്ലാൻസ് എന്താ? സ്നേഹിച്ചു, കല്യാണം കഴിഞ്ഞു, ഇനി എന്താ പ്ലാൻ? അല്ലാണ്ട് വേറെ പ്ലാനൊന്നും ഇല്ല. ഇവൻ എപ്പോഴും കൂടെ വേണമെന്നുള്ള പ്ലാനേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഒരു വീടോ അല്ലെങ്കിൽ ഇങ്ങനെ സെറ്റിൽഡ് ആവണം, അല്ലെങ്കിൽ പഠിക്കണ്ട, പക്ഷെ സ്വന്തമായിട്ട് എന്തെങ്കിലും വീട്ടിലിരുന്ന് എന്തെങ്കിലും വരുമാനങ്ങളോ അങ്ങനെ ഒന്നുമില്ല? അങ്ങനൊന്നുമില്ല. ഇവൻ പോണുണ്ടല്ലോ. അങ്ങനൊന്നുമില്ല, അവനെ വിടുന്നില്ലല്ലോ. അത് അവൻ പോകുമ്പോ എനിക്ക് കരച്ചിൽ വരും. പിന്നെ കുറച്ച് കഴിയുമ്പോ സെറ്റ് ആവും. പിന്നെ ഫോൺ വിളിക്കുമ്പോ എടുക്കില്ല, അതാണൊരു പ്രശ്നം. പിന്നെ 6:30 വരാന്ന് പറയും, പക്ഷെ 6:30 വരത്തില്ല. 8:30 വരുന്നത്. ഫ്യൂച്ചർ പ്ലാനൊക്കെ കേട്ടല്ലേ ഇവരുടെ? എപ്പോഴും കൂടെ ഉണ്ടായാൽ മതി. 6:30 വരൂലെന്നേ, താമസിക്കും. അത് കഴിഞ്ഞിട്ടാ നേരത്തെ പറഞ്ഞ പോലെ കഞ്ചാബും പഞ്ചാബും അടിക്കാൻ വേണ്ടി അവൻ പോവാ. എന്താ ഇവ നേരത്തെ വരാത്തേ? ആ കുട്ടി അത്രയും നേരം കാത്തിരിക്കല്ലേ? കൊള്ളാം. ഇനി നിങ്ങൾ അടുത്തൊരു ഇന്റർവ്യൂവിലെ സാധനം കൂടെ കാണാം. ഏതുവരെ പഠിച്ചു നിങ്ങള്? ഞാൻ 8 വരെ പോയുള്ളൂ. ഞാൻ +2 ആയിട്ടില്ല, +1. ഇപ്പം ഇത് കഴിഞ്ഞിട്ടും പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ആഗ്രഹമൊക്കെ ഉണ്ടോ? എനിക്ക് പണ്ട് തൊട്ടേ ഇല്ല, തീരെ ഇല്ലാത്ത സാധനമാണ് പഠിപ്പ്. എനിക്കതിന് താല്പര്യം. എനിക്കില്ല. ഞാൻ പ്രത്യേകിച്ച് ഇവനെ കൊണ്ട് തന്നെ ഇവനെ ജോലിക്ക് വിടുന്നത്. ഞാൻ ജോലിക്കൊന്നും പോകത്തില്ല, അതുകൊണ്ട് പിന്നെ പഠിപ്പിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് പുറത്ത് പോകാനേ ചമ്മലും, അതുകൊണ്ട് പുറത്ത് ചമ്മല പാവട. എൻ്റെ പൊന്നു മോളെ, ഇങ്ങനെ അവൻ ഇതുപോലെ അങ്ങനെ കഞ്ചാബും പഞ്ചാബും അടിച്ചിട്ട് ഇതുപോലെ മറ്റൊരുത്തരുമായിട്ട് കൂട്ടുകാരനായിട്ട് അങ്ങനെ മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവനോടുള്ള റിവെഞ്ച് എന്ന നിലയിൽ എന്നാൽ പിന്നെ അവൻ ഇത്രയും നാളും പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കതങ്ങ് റിയൽ ആക്കി കാണിച്ചേക്കാം എന്ന് വിചാരിച്ച് ആ റിവെഞ്ച്, ആ വാശിയൊക്കെ കാണിച്ചേക്കുന്ന അവനുമായിട്ട് ഒന്നിച്ചുള്ള സംഭവമൊക്കെ കാണിച്ചതിന് ശേഷമുള്ളതാണ് ഇവർ ആ റിവെഞ്ച് ഇവർ തീർത്തേക്കുന്നത്. ആ സമയത്ത് നിങ്ങളുടെ ഈ +1 +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പഠിത്തമൊക്കെ പൂർത്തിയാക്കി മറ്റൊരു ജോലിക്ക് പോയി, അല്ലെങ്കിൽ ഈ സമയത്താണെങ്കിലും മറ്റൊരു ജോലിക്ക് എന്തെങ്കിലും പോയിട്ട് അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ നോക്കാതെ നേരെ മറ്റൊരുത്തനുമായിട്ട് സെറ്റായിട്ട് കാണിക്കുന്നതാണ് റിവെഞ്ച്. കിടിലം ഹൈലി ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആൾക്കാർ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കിടിയിലൊരു കാര്യം തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. വേറെ ഒന്നും പറയില്ല. ഇനി അടുത്ത കേൾക്കാം. എനിക്ക് ഉദ്ദേശിക്കുന്നത് സ്നേഹം കൊണ്ട് വയറുന്നറിയില്ല. അതും ഇവന്റെ വീട്ടുകാരൊക്കെ നോക്കും. വീട്ടുകാരെ എത്ര നാൾ നോക്കും? കല്യാണം കഴിഞ്ഞ മകനെ ഭാര്യനെ വീട്ടുകാർക്ക് നോക്കാൻ പറ്റും? എന്റെ അച്ഛനൊക്കെ നോക്കും. അച്ഛൻ വയസ്സാവല്ലേ? അവൻ തന്നെ ജോലി എടുത്താലല്ലേ അമ്മയ്ക്ക്. ശരിക്കും പറഞ്ഞാല് സ്ത്രീകൾക്ക് ഇപ്പൊ മോള് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ പേഴ്സണലി ഒരു ഇന്നർവെയർ വാങ്ങണമെങ്കിൽ
അത് സ്വന്തം ക്യാഷിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. അല്ലെങ്കിൽ വിഷ്ണു വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുക, വിഷ്ണുവിനോട് റീചാർജ് ചെയ്യാൻ പറയാ, വിഷ്ണുവിനോട് ഫുഡ് വാങ്ങാൻ അതൊന്നുമില്ല, പറയാ. അപ്പൊ തന്നെ അവള് ബുക്ക്. അതെ, വിഷ്ണുവിന്റെ അച്ഛൻ വീട്ടിൽ ഇരിക്കുമല്ലേ, വിഷ്ണുവിന്റെ അച്ഛൻ നോക്കിക്കോളുന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇതാണ് നേരത്തെ ഈ കുട്ടി പറഞ്ഞത്, അവന് ജോലിയില്ലെന്നൊക്കെ അറിഞ്ഞിട്ടാണെങ്കിൽ പോലും അവനെ അങ്ങനെയാണ് ഞാൻ നോക്കിയത്. ആര്? നിങ്ങളെ രണ്ടുപേരും ഈ ചെക്കൻ്റെ അച്ഛനല്ലേ നോക്കിയത്. അച്ഛൻ്റെ ജോലി ഉണ്ടെന്ന് നോക്കിക്കോളെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും ഈ വെളിവും വെള്ളിയാഴ്ചയൊന്നും വീണിട്ടില്ലേ? ഇവരൊക്കെ ഏത് യൂണിവേഴ്സിലാണ് നിങ്ങൾ ജീവിക്കണത്? നിങ്ങൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ഈ കാര്യങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കണ്ടേ? ആ കുട്ടിക്കോ ബോധമില്ല, ഈ ബ്രോയ്ക്കോ ബോധമില്ല, ബോധമില്ലാത്ത രണ്ടെണ്ണങ്ങള്. എന്നിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ അവളുടെ അങ്ങനത്തെ ചാറ്റ് ഉണ്ട് കേട്ടോ, അത് ഇതാണ്. എന്നിട്ട് നേരെ ഇപ്പുറത്ത് അമ്മ വന്ന് പറയുകയാണ്, കണ്ടോ അവൻ എന്നെ ഇങ്ങനെ കുറെ നാളായിട്ട് നിരന്തരം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്നാ പിന്നെ അതങ്ങ് ശരിയാണെന്ന് കാണിച്ചു കൊടുത്തേക്ക എന്ന് വിചാരിച്ചിട്ടാണ് ഇവനുമായിട്ട് പോയി സെറ്റ് അയക്കുന്നത്. വിഷ്ണു തേച്ച് എന്ത് ചെയ്യും? ഇപ്പൊ കണ്ടുപിടിക്കാണ് വിഷ്ണുവിന്റെ പ്രൊഫൈലില് ഒരു ചാറ്റ് ഹൈഡ് ചെയ്തിട്ടേക്കുന്നത്. ഇൻസ്റ്റയിൽ ഇപ്പൊ ഹൈഡ് ചെയ്യാൻ പറ്റും ചാറ്റൊക്കെ, നോക്കണം കേട്ടോ. അത് നന്നായി ചെയ്യേണ്ടത് തോന്നുന്നുണ്ടോ ചേച്ചി? അതാണ് സംഭവം. ചാറ്റ് കാണുന്ന അമ്മയാ ഹൈഡ് ചെയ്തിട്ടേക്കുന്നത്. നോക്കുമ്പോ ഒരു പെൺകുട്ടിയുടെ ചാറ്റ്, അതിൽ ഇവര് ഭയങ്കര സെറ്റാ. അത് കണ്ട് എന്ത് ചെയ്യും? അവനെ കൊല്ലും ഞാൻ. ഏട്ടായിയുടെ കാന്താരി ഒരു മാസ് തന്നെ. എൻ്റെ പൊന്നെ, ഈ സമയത്തൊക്കെ ഒരു ജോലിക്ക് അതിൽ പോയിട്ട് സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവാന്നൊക്കെ ഉള്ളതിന് പകരം എന്താണെങ്കിലും ജോലിക്ക് പോകാൻ വയ്യ, പഠിക്കാൻ വയ്യ, അതുകൊണ്ട് വേറൊരുത്തനെ പോയി കല്യാണം കഴിക്കുക, എന്നിട്ട് ഫുൾ ടൈം കൂടെ ഇരിക്കുക. ഇനി അവനെ ഇതുപോലെ വീട്ടിൽ ജോലിക്കൊന്നും പറഞ്ഞു വിടാതെ ഇപ്പോഴും 24 മണിക്കൂറും കൂടെ ഇരുത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നാളെ ഇനി ഇവൻ ഇതുപോലെ പുറത്തൊന്നും പോകാതെ ഇവനെ ഇങ്ങോട്ട് ചുറ്റിച്ചുകൊണ്ടിരുന്നിട്ട് രണ്ടെണ്ണം കൂടെ, അവനും ചിലപ്പോൾ ജോലിക്ക് പോകാൻ താല്പര്യമുള്ളവനാണോ ഇല്ലാത്തവനാണോ, പഠിക്കാൻ താല്പര്യമുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നമുക്കറിയത്തില്ല. ഇനി ഇവർ രണ്ടുപേരും ഇങ്ങനെ കുറേ നാൾ ഇങ്ങനെ ആകാശം നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് നിങ്ങൾ വായു ഭക്ഷിക്കുക. എൻ്റെ പൊന്നു മോളെ, ജോലിക്കൊക്കെ പോയി ഇറങ്ങണം, ഓക്കെ? എന്നിട്ട് ഈ പറയുന്ന ഒരു പണിയെടുക്കത്തില്ല, പണിയെടുക്കാൻ വയ്യാതാനും, എന്നിട്ട് പറയാണ് അവനോടുള്ള റിവഞ്ച് ചെയ്യാൻ തീർത്തത് ഇങ്ങനെയാണെന്ന്. എന്നിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വിഷ്ണു എന്താ ചെയ്യണേ? നേരെ ഭയങ്കര സാഡ് BGM ഒക്കെ കുത്തി കയറ്റിയിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് പബ്ലിക്കായിട്ട് പറയുന്നു. എന്നിട്ട് ആ പ്രൈവറ്റ് ചാറ്റ് കുറെ വേണ്ടാത്ത വീഡിയോസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെയൊക്കെ പ്രൂഫ് സഹിതം പുറത്തോട്ട് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ട്, എൻ്റെ പൊന്നു ബ്രോ, ആ കുട്ടി പോയെന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ആവുക, അടുത്ത പരിപാടി പിടിക്കുക, അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കി അങ്ങനെ പോവുക. അല്ലാതെ വീണ്ടും റിവഞ്ച് ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിന് എന്താണ് ഇതൊക്കെ? എന്താണെങ്കിലും നമ്മളെയൊക്കെ നിങ്ങളൊന്ന് പരിഗണിച്ചല്ലോ. നമുക്കെല്ലാവർക്കും കണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ആ ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് വന്ന് കൊണ്ടിട്ടതിനെ ആ ഒരു മഹാമനസ്കതയെ ഞാൻ കാണാതെ പോകുന്നില്ല. എന്താണെങ്കിലും കൊള്ളാം. ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ശരി, ബൈ.